ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ശ്രീലക്ഷ്മി. വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ തമിഴിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു ജ്വല്ലറി കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ചെയ്യാൻ മാത്രമുള്ള ജ്വല്ലറി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് മാത്രമൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതൊക്കെ ചെയ്യാമെന്ന്. ഇതിപ്പം ജ്വല്ലറി ഇപ്പം എല്ലാവർക്കും ഇഷ്ടമാവണമെന്നൊന്നുമില്ല, എന്നാലും ഇഷ്ടമാവുന്നവരെ കാണുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ എൻ്റെ കുറച്ച് നല്ല കമ്മലുകൾ. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു എന്താ പറയുക കാര്യത്തിൽ ഇഷ്ടമുള്ളത് എന്ന് പറയുന്നത് കമ്മൽ. എനിക്ക് മാലേനേക്കാളും കൂടുതൽ കമ്മലാണ് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഒരുപാട് കമ്മലുകൾ, ഒരുപാട് പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം കമ്മലുകൾ എൻ്റെ കയ്യിൽ ഒരുപാടുണ്ട്, ഫാൻസി ഐറ്റംസ്. പിന്നെ മാല എനിക്കത്ര വലിയ താല്പര്യമില്ല. പിന്നെന്താ, റിങ്ങും വലിയ താല്പര്യമില്ല. റിങ്ങും എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള 2 തന്നെയേ ഉള്ളൂ. കമ്മൽ എനിക്ക് ഭയങ്കര, നമ്മൾ ഈ ബംഗാളി ചേട്ടന്മാരുണ്ടാവില്ലേ 30 രൂപ 40 രൂപേൻ്റെ കമ്മലൊക്കെ, അതൊക്കെ കാണുമ്പോൾ ഞാൻ ഒരുപാട് വാങ്ങും. കാണുമ്പോൾ ഞാൻ നല്ല ഭംഗിയായിട്ട് തന്നെ അപ്പം ഞാൻ ഇഷ്ടപ്പെട്ടു എടുക്കുന്നു എന്ന് പറയുന്ന പോലെ ഞാനത് വാങ്ങും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കമ്മലുകളും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചതാണ്. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ഓണം സെലിബ്രേഷൻ്റെ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കമ്മലുകൾ, മാലകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യണമല്ലോ. അപ്പം ഞാൻ എൻ്റെ പഴയല്ല ഉള്ള എൻ്റെ കമ്മലുകൾ, വള, അതൊക്കെ ഒന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചെടുക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇതൊന്നൊരു വീഡിയോ ചെയ്താലോ. അതാണ് ഇന്നത്തെ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പം ആദ്യം തന്നെ എൻ്റെ ഒരു കമ്മൽ ഇതാട്ടോ, കാണുന്നുണ്ടോ? രസല്ലേ? ഇതൊക്കെ ഞാൻ ബാക്കിൽ കാണിക്കാം കേട്ടോ. ഇതൊരു ജിംക്ക. ഇതൊരു നമ്മുടെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. രസമല്ലേ? കുറച്ച് വലുതാണ്. എനിക്ക് ജിംക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ എൻ്റെ ജിംക്ക അങ്ങനെ അത്ര ഇല്ല. അപ്പോൾ എനിക്ക് സിൽവർ കളറിലുള്ള നല്ല രസമല്ലേ? അപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണിത്. പിന്നെ എൻ്റെ വേറൊരു കമ്മൽ, ഇതൊക്കെ ഞാൻ ഇപ്പോൾ ഇടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ ഞാൻ ഒരുപാടായി ഇട്ടിട്ട്. ഇത് രസമല്ലേ? സിൽവർ കളർ. അതൊന്ന്. പിന്നതേ ഇതൊക്കെ നമ്മൾ 30 രൂപേൻ്റെ ആ ബംഗാളി അവരുടെ അടുത്ത് വേണ്ടി. രസമല്ലേ? പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ജിംക്ക ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പം ഞാൻ വേറൊരു ജിംക്ക ചെറുത്, അത് വേറെ. ജിംക്ക അപ്പം സിൽവറിൽ വരുന്ന ഐറ്റംസേ ഉള്ളൂ. പിന്നെ ഈ ഒരു പാലറ്റ് കാണുന്നുണ്ടോ? ഇതെന്താന്ന് വെച്ചാൽ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാട്ടോ.
എൻ്റെ ഇപ്പം നമ്മളിപ്പോൾ ഒന്ന് പുറത്ത് പോകണം, അങ്ങനെയുള്ള ക്യാഷ്വലായിട്ട് സാധാ അങ്ങനത്തെയൊക്കെ ഡ്രസ്സ് ഇടുമ്പോൾ ഇടാൻ പറ്റിയ പല കളേഴ്സ് വരുന്നു. പക്ഷെ ഇതിൽ കൂടുതലും ഉള്ള കളേഴ്സിലുള്ള ഡ്രസ്സ് എൻ്റെ കയ്യിലില്ല. കണ്ടില്ലേ, കൂടുതൽ ഇതിൽ ബ്ലൂ ഒക്കെ ഉള്ളത്. 1 2 3 4 ബ്ലൂ ഉള്ളത്. പിന്നെ ഓറഞ്ച്, വയലറ്റ്, പിങ്ക്, പച്ച, അത്രയുള്ള കളേഴ്സ്. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, വാങ്ങിക്കഴിഞ്ഞതിൻ്റെ ശേഷം മനസ്സിലായത്. ഇതിങ്ങനെയാണെന്ന് നമ്മൾ ചോദിക്കില്ല, എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു. പക്ഷെ ഫ്ലോപ്പാ, എല്ലാ കളറും ഒന്നുമില്ല, ആകെ 4 കളറേ ഉള്ളൂ. പിന്നെ അതിൽ മിക്സഡൊക്കെ ആയിട്ട് വരുന്ന കളേഴ്സുള്ളത്. അതിൽ ഞാൻ ഇടാറുണ്ട്. നല്ലൊരു കുഴപ്പമില്ല. പിന്നെ ഒരു മാല, ഈ ഒരു മാല മാത്രമേ ഉള്ളൂ എനിക്ക്, അല്ല സിൽവറിൽ വരുന്നത്. ഞാൻ ഇതങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചായിരുന്നത്. രസമല്ലേ? ഇതൊന്നും ഞാൻ ഇടാറ് പോലും ഇല്ല. അങ്ങനെ സിൽവർ ഇതൊക്കെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ജിംക ഗോൾഡിൽ വരുന്ന, എനിക്ക് അത് ഇല്ലായിരുന്നിട്ട് ഞാനത് വാങ്ങിച്ചു ഗൈസ്. ഗോൾഡിൽ വരുന്ന ജിംക നൈസല്ലേ? ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. അത് ഞാൻ കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ഇത് അടിപൊളി. പിന്നെ എൻ്റെ ഫേവറേറ്റ്, ഇതാണ് എനിക്ക് ഇഷ്ടമുള്ളത്. ഇത് റീസെൻ്റ്ലി ഞാൻ വാങ്ങിച്ചതാണ്, ഈ ഒരു കമ്മൽ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ അധികം ഇടാറുണ്ട്. കാരണം ഇത് മൾട്ടി കളേഴ്സ് ആണല്ലോ. അപ്പോൾ ഏത് കളറിൻ്റെ കൂടെയും പോകും. ട്രഡീഷണൽ ആയിട്ടുള്ള ഏത് വേറെ ഡ്രസ്സ് ഇടുകയാണെങ്കിലും ഇത് നൈസാണ്. ചുരിദാർ അങ്ങനെയൊക്കെ ഇടാൻ. അപ്പം ഞാൻ ഇത് ഇടാറുണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ടൈപ്പ് സാധനങ്ങൾ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വലുത് ഇങ്ങനെ ഇടാൻ നല്ല രസമല്ലേ? ഇതാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. ഇത് എപ്പോഴും ഞാൻ ഇതായിരുന്നു യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് വാങ്ങിച്ച ഒരു പുതിയൊരു സാധനം, ബംഗാളിയുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. അവർ ഈ 30 റുപ്പീസ് അതിൻ്റെ കമ്മൽ. ഇതെന്തോ പറ്റി ഗൈസ്, നല്ല രസമില്ലേ ഈ പൂമ്പാറ്റ? ഇതെനിക്ക് പെട്ടെന്ന് എനിക്കിങ്ങനെ കണ്ടു കഴിഞ്ഞ് ഞാൻ വാങ്ങും. അല്ലാതെ കൂടുതൽ നേരം ഇങ്ങനെ ആലോചിച്ച് നിൽക്കാറില്ല. ഇത് നല്ല രസമല്ലേ? ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പുതിയതാണ്, നല്ല രസമല്ലേ? പിന്നെ ഞാൻ ഒന്നും വിട്ടു കേട്ടോ. ഈ ഒരു കമ്മൽ നല്ല രസമല്ലേ? മൾട്ടി കളറിൽ വരുന്ന, കാണുന്നുണ്ടോ? രസമല്ലേ? മൾട്ടി കളർ. ഇതെല്ലാ കളറും ഉണ്ട് ഇതിൽ. ഇതെനിക്ക് പെട്ടെന്ന് ഇങ്ങനെ അവരുടെ അതിൽ ബോർഡിൽ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഇതും വാങ്ങി. ഇതിപ്പോൾ കാണിച്ചില്ല, ഒരു പൂമ്പാറ്റേൻ്റെ കമ്മൽ, അതിൻ്റെ കൂട്ടത്തിൽ വാങ്ങിയതാണ്. നല്ല രസമുണ്ട്. പിന്നെ ഈ ഒരു കമ്മൽ, ഇതൊരുപാട് കാലമായിട്ട് എൻ്റെ കയ്യിൽ ഉള്ള കമ്മലാണ്. ഇത് ഞാൻ എത്രയോ പ്രാവശ്യം ഇട്ടിട്ടിട്ട് ഇതിൻ്റെ കളർ വരെ ഫീഡായി. ഇത് തിളക്കുണ്ടായിരുന്നു, ആ തിളക്കം വരെ പോയി. കണ്ടില്ലേ? ഒരുപാട് പ്രാവശ്യം ഞാൻ ഇട്ടിട്ടുണ്ട് കമ്മൽ. പിന്നെ ജിംക്കലെല്ലാം എനിക്ക് വിട്ടുപോയി പറയാൻ. ഈ ഒരു കമ്മൽ എനിക്ക് ഇഷ്ടമുള്ള കമ്മലാണ്. പക്ഷേ ഇതൊന്നും ഞാൻ ഇടാറില്ല, കുറേ മുമ്പ് വാങ്ങിച്ചാ. രസമല്ലേ ഗൈസ്? പിന്നെ
എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കമ്മലായിരുന്നു ഇത്. പക്ഷെ ഇതിൻ്റെ സാധനം പോയി ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ കമ്മൽ റൗണ്ട്. ഇതിൻ്റെ ഒരുപാട് എത്രയോ വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഇതായിരുന്നു. കളറൊക്കെ ഫീഡായി, പക്ഷെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് പോയ പിന്നെ ഞാനിത് ഇട്ടിട്ടില്ല. പിന്നെ ഇത് ഞാൻ നേരത്തെ കാണിച്ച കമ്മലിൻ്റെ കൊടുത്ത് വാങ്ങിച്ചതാണ്. പിന്നെ അധികം ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് കുറേ കാലമായി. രസമല്ലേ, നല്ല കമ്മൽ. പിന്നെ കുറച്ച് വളയൊക്കെ ഉണ്ട്, അത് പിന്നെ കാണിക്കണ്ടല്ലോ. സാധാ വളമൊക്കെ തന്നെ. വള പിന്നെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. വള ഇതിങ്ങനത്തെ 2 വളയും. അയ്യോ, എൻ്റെ കല്ല് പോയിട്ടുണ്ട്, ഞാൻ അറിയില്ല. ഇങ്ങനത്തെ 2 എണ്ണം, പിന്നെ ഈ ഒരൊറ്റ വളം. അങ്ങനെയാണ് ഇത് വരുന്ന സെറ്റ്. പക്ഷെ ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഇത് കല്യാണത്തിന് വാങ്ങിച്ച. പിന്നെ കുറച്ച് ഗോൾഡ്, റെഡ് അങ്ങനത്തെ വളകൾ. ഈ റെഡും ഗോൾഡും മാത്രമേ ഉള്ളൂ, എൻ്റെ വേറെ കളറൊന്നുമില്ല. ഞാൻ വളയൊന്നും അങ്ങനെ യൂസ് ചെയ്തില്ല. എനിക്ക് വളയനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് വളയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു പെട്ടി. ഈ ഒരു പെട്ടിയിൽ എന്താണെന്ന് നോക്കാം. നോക്കൂ ഗൈസ്, ഇതിലുള്ളത് ഇതാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. വള. ഈ വളയിൽ ഇങ്ങനത്തെ 2 വള ഉണ്ട്. മനസ്സിലാവില്ല ഇങ്ങനെ വരുന്ന വള. ഇത് ഞാൻ സാരിയൊക്കെ ഇടുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. എനിക്കിത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് വള അത്ര വലിയ ഇഷ്ടമില്ല. പിന്നെ ബാംഗിൾസ്, അതും റെഡ് തന്നെയാണ്. എനിക്ക് റെഡ് തന്നെയുള്ളത്. പിന്നെ കമ്മലുണ്ട്, വലിയ ജുക്ക. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. കാണിച്ച ഇത് ഭയങ്കര വലുതാണ്. ഇങ്ങനെ കാണിക്കുമ്പോൾ ചെറുതായിരിക്കും, പക്ഷേ യൂസ് ചെയ്യുമ്പോൾ അത് വലിയ ചിനിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇതും സാരി ഇടുമ്പോൾ മാത്രമേ ഇടല്ല. അല്ലാതെ നമ്മൾ ഈ സാധാ ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരുമാതിരി ഇരിക്കും. എനിക്ക് ഓർണമെൻറ്റ്സ് ഒന്നും വലിയ താല്പര്യമില്ല. പിന്നെ മാല എന്ന് പറയുമ്പോൾ ഇങ്ങനെ സ്റ്റോൺസൊക്കെ വീഴുന്ന മാല ഉണ്ട്. ഇത് നെക്ലേസാണ്. നെക്ലേസാണിത്. ഇങ്ങനെ വരും. ഇതും ഞാനിടാറില്ല. പിന്നെ വേറൊരു നെക്ലേസ്. ഇത് റെഡോ പിങ്കോ അങ്ങനെ എന്തോ ഒരു കളർ വരുന്ന സ്റ്റോൺസ് ഒക്കെ ഉള്ളതാട്ടോ. അതും ഇങ്ങനെ ഇടും. ഇത് ഞാൻ സാരി അങ്ങനത്തെ ഡ്രസ്സിൻ്റെ കൂടെ. പിന്നെ ഒരെണ്ണമുണ്ട്, അതെനിക്കിഷ്ടമാണ്. ഇത് കല്യാണത്തിന് ശേഷം പിന്നെ ഞാൻ ഇട്ടിട്ടേ ഇല്ല. പാലക്ക മാല. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നെക്ലേസായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇറക്കിയിട്ട് ഇങ്ങനെ ഇടാം, പല രീതിയിലും ഇടാം. ഇതിലും പാലക്കമാല. ഇതൊരു പ്രത്യേക ചിലർക്കൊക്കെ ഇഷ്ടമുള്ളതായിരിക്കും പാലക്കമാല അല്ലേ. പക്ഷേ ഇത് യൂസ് ചെയ്തിട്ടേ ഇല്ല. 1 ടൈം കല്യാണത്തിന് വന്നിട്ടപ്പോൾ പിന്നെ അത് ഇട്ടിട്ടില്ല. പാലക്ക നല്ല ഭംഗിയുണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ. ഗ്രീൻ നൈസല്ലേ.
അപ്പം എൻ്റെ ഈ ഒരു ജ്വല്ലറി ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഞാനിത് കാര്യമായിട്ട് നോക്കിയതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഓണത്തിൻ്റെ ഒരു സെലിബ്രേഷൻ്റെ ഒരു പ്രോഗ്രാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണമല്ലോ. അപ്പം എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ അല്ല നോക്കാം, നമ്മൾ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കണമല്ലോ. അപ്പം അങ്ങനെ വേണ്ടിയിട്ട് ഞാൻ വെറുതെ എടുത്ത സമയത്ത് എനിക്കത് വീഡിയോ ഒക്കെ ചെയ്യാവുന്നത്. വീഡിയോ ചെയ്യാൻ മാത്രമുള്ള സാധനങ്ങളൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ, കുറച്ചേ ഉള്ളൂ. പക്ഷേ എന്താ എനിക്കത് കാണിച്ചു തരാൻ തോന്നി. അപ്പം ഇതിൽ ഇതൊക്കെയാണ് എൻ്റെ കുറച്ച് ഓർണമെൻറ്റ്സ് വരുന്നത്. അപ്പോൾ എന്താ ഇതും ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ ആഭരണപ്പെട്ടി. പേടിച്ച് ഞാൻ എപ്പോഴും നോക്കണം റെക്കോർഡ് ആയിക്കണമെന്ന്. പക്ഷെ ഞാൻ ചില സമയത്ത് റെക്കോർഡാക്കാതെ ഞാൻ ഓണാക്കും, എന്നിട്ട് സംസാരിക്കും, എന്നിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളും എനിക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ കേട്ടോ. നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല കാണിച്ച് ഇനിയിപ്പോൾ വേറെ കാണിക്കാൻ മാത്രമൊന്നുമില്ല, ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ റൂം ടൂറൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ചെയ്യണമെന്ന് നിങ്ങളാണ് എൻ്റെ സപ്പോർട്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് റൂം ടൂറൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് ചെയ്യണമെന്ന്. പക്ഷേ വേണോ വേണ്ടേന്നൊരു കൺഫ്യൂഷൻ. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആണെങ്കിൽ ഞാൻ ഇതിൽ വേണം, റൂം ടൂർ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ. ബാക്ക്ഗ്രൗണ്ട് കാണുന്നതാണ് എൻ്റെ റൂം. അപ്പം വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക, വേണ്ടാന്നുള്ളവരൊന്നും ചെയ്യണം, സ്കിപ്പ് ചെയ്ത് പോയാൽ മതി. അപ്പം ഞാൻ റൂം ടൂർ ചെയ്യുന്നതായിരിക്കും. എനിക്ക് കമൻസ് വരികയാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. പിന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ബോറടിപ്പിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.